ഈ എക്കണോമിക് റിവ്യൂവിൽ കഴിഞ്ഞ ടേബിൾ ചെയ്ത എക്കണോമിക് റിവ്യൂവിൽ പറയുന്ന ഒരു കാര്യം സാമ്പത്തിക വളർച്ചയുണ്ട് എന്നത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് 2026 ഒരു പക്ഷേ 2008 ഉണ്ടായതിനേക്കാൾ രൂക്ഷമായ ഒരു റിസഷനുള്ള സാധ്യത ആഗോളതലത്തിലുണ്ടാകാനുള്ള സാധ്യത ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന നിലയ്ക്ക് എക്കണോമിക് റിവ്യൂ പറയുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ 2008 റിസഷൻ ഇന്ത്യക്ക് വലിയ പ്രശ്നമില്ലാതെ പോയത് നമുക്ക് വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു പൊതുമേഖല അടിത്തറ ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടായിരുന്നത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പിനെ ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഗൗരവമായൊരു വിഷയം കൂടിയുണ്ട് അതിൽ. അതെ 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 കാരണം അങ്ങനെ ഒരു റിസഷന് സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രഡിക്ഷനാണ്. കാരണം ലോക സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പാക്കേജ് ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് 2008 റിസഷൻ നമ്മൾ ഫേസ് ചെയ്തതിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പൊതുമേഖലയിലുള്ള ആ ഒരു ശക്തമായൊരു പൊതുമേഖല അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടർ വോളട്ടൈലാണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ രീതി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു പാക്കേജായിട്ട് പ്രത്യേകമായിട്ട് ഗവൺമെൻറ് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചറിന് ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഒരു വളർച്ചയാണ് ഗവൺമെൻറ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ വളർച്ചയിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന റിസഷനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയേക്കെന്നുള്ളൊരു ധാരണയായിരിക്കും ഗവൺമെൻറ്റിനുള്ളത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇടനാഴികൾ, അതുപോലെ മറ്റ് പല കാര്യങ്ങൾ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിന് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വളർച്ചയെ ഉന്നം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ തൊഴിലവസരങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉന്നം വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ മുൻനിർത്തി വളർച്ച കൊണ്ട് ഈ പറയുന്ന റിസഷനെ കൗണ്ടർ ചെയ്യാം, ആഗോളമായിട്ട് വരുന്ന റിസഷനെ കൗണ്ടർ ചെയ്യാം എന്നുള്ളതായിരിക്കാം ഗവൺമെൻറ്റിലെ സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കാര്യം.